LDF സ്ഥാനാർത്ഥി എം സ്വരാജ് നിയോജക മണ്ഡലത്തിലെ ചുങ്കത്തറയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. അദ്ദേഹം പഠിച്ച മാർത്തോമ കോളേജ് ഒരുപാട് പരിചയക്കാരും സൗഹൃദങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. പാർലമെൻ്ററി പ്രവർത്തന കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ചുമതലപ്പെടുത്തുന്ന ഒരു ഘടകം മാത്രമാണ്. പക്ഷേ നാട്ടിൽ വന്ന് മത്സരിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും കാലത്ത് മനസ്സിലുണ്ടായിരുന്നൊരു കാര്യമായിരുന്നു. UDF യഥാർത്ഥത്തിൽ നിലമ്പൂർ വന്ന് മത്സരിക്കുന്ന സ്വരാജിനെ കുറിച്ചോർത്ത് അല്പം അസ്വസ്ഥപ്പെടുന്നുമുണ്ടല്ലോ. സത്യത്തിൽ തെരഞ്ഞെടുപ്പ് മത്സരങ്ങൾ അങ്ങനെ എൻ്റെ എന്നല്ല, പൊതുവിൽ കമ്മ്യൂണിസ്റ്റുകാർ പാർലമെൻ്ററി പ്രവർത്തനത്തിനും പാർലമെൻറ്റേതര പ്രവർത്തനത്തിനും പ്രാധാന്യം കൊടുക്കുന്നവരാണ്. രണ്ടിനും പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അപ്പോൾ മറ്റു വലതുപക്ഷ പാർട്ടികളെ പോലെ തെരഞ്ഞെടുപ്പിന് പരമപ്രാധാന്യം കൊടുക്കുന്നവരല്ല. ആ നിലയിലാണ് തെരഞ്ഞെടുപ്പുകളെ തന്നെ കാണുന്നത് നമ്മുടെ ഒരു ആശയപ്രചരണത്തിൻ്റെ ഒരു ഉപാധി എന്ന നിലയിലാണ്. പക്ഷേ കേരളം പോലെ ചില പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിൽ കുറെ കൂടി രാഷ്ട്രീയ പ്രബുദ്ധതയും മറ്റുള്ള നാടായതുകൊണ്ട്, ഉയർന്ന സാക്ഷരതയൊക്കെ ഉള്ള നാടായതുകൊണ്ട് ഇടതുപക്ഷം പലപ്പോഴും ജയിച്ചു വരാറുണ്ട്. കേരളത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയാറുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്കും നാടിനും ക്ഷേമകരമായ ചില കാര്യങ്ങളെങ്കിലും ചെയ്യുക എന്നതിലാണ് ഇടതുപക്ഷ പാർലമെൻ്ററി പ്രവർത്തനം. ഞാനങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എന്നാൽ പൊതുവായി ഉയർന്നു വന്ന സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവിടെ മത്സരിക്കണം എന്ന അഭിപ്രായം പാർട്ടിയിൽ ഉയർന്നു വരികയും പാർട്ടി തീരുമാനിക്കുകയും ചെയ്തപ്പോഴാണ് മത്സരത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ജന്മനാട്ടിലാവുന്നു. ഈ ചുങ്കത്തറ എന്ന് പറയുമ്പോൾ അവിഭക്ത ചുങ്കത്തറ പഞ്ചായത്ത്, അത് വിഭജിക്കുന്നതിന് മുൻപുള്ള ചുങ്കത്തറ പഞ്ചായത്തിലാണ് എൻ്റെ ജനനം. ഞാൻ ജനിക്കുന്നത് ചുങ്കത്തറ പഞ്ചായത്തുകാരനായിട്ടാണ്. പിന്നീട് ചുങ്കത്തറ പഞ്ചായത്തിൻ്റെ ഒരു ഭാഗവും എടക്കര പഞ്ചായത്തിൻ്റെ ഒരു ഭാഗവും ചേർത്താണ് പോത്തുകല്ല് പഞ്ചായത്ത് രൂപീകരിക്കുന്നത്. അപ്പോൾ ഞാൻ പോത്തുകല്ല് പഞ്ചായത്തുകാരനായി. പക്ഷേ പഴയ ചുങ്കത്തറ പഞ്ചായത്തിലാണ് ജനനം, വളർന്നത്. ഇവിടെയാണ് ചുങ്കത്തറ മാർത്തോമ കോളേജ്. എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം 5 വർഷക്കാലം. അതെ, അക്കാലത്ത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും ഒക്കെ ഈ ഒരു നാട് കേന്ദ്രീകരിച്ചു കൂടിയായിരുന്നു. അപ്പോൾ അന്ന് ഉള്ള ധാരാളം സുഹൃത്തുക്കൾ, സഹപാഠികൾ, സഹപ്രവർത്തകർ, ഇവിടെ പൊതുരാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകൾ, അവരെല്ലാം വളരെ വലിയ അടുപ്പവും സ്നേഹബന്ധവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പ്രസംഗിച്ചപ്പോൾ തന്നെ ഈ ഇവിടെ ഇതുപോലെ തെരഞ്ഞെടുപ്പുകൾക്ക് സ്ഥാനാർത്ഥിക്കൊപ്പം വന്നത്, പൈലറ്റ് വാഹനത്തിൽ വന്ന് പ്രസംഗിച്ചു പോയത് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അതെ, അതിൽ 96 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രൊഫസർ M. തോമസ് മാത്യു ആണെന്ന് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി. അദ്ദേഹം എൻ്റെ അധ്യാപകൻ കൂടിയായിരുന്നു, എൻ്റെ കോളേജ് അധ്യാപകനായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് ഒഴികെ, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ഞാൻ മറ്റൊരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നില്ല. ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥിയോടൊപ്പമോ സ്ഥാനാർത്ഥിയുടെ പൈലറ്റ് വാഹനത്തിൽ പ്രസംഗിക്കാനോ ആയി സ്ഥിരമായി വന്നിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ നിലയിൽ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലും, ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആവേശഭരിതരാക്കുന്ന അതാണ്. പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരു പിന്തുണ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് മുൻകാലങ്ങളിലെല്ലാം ഓരോ സ്ഥലത്തെയും രാഷ്ട്രീയ സ്വഭാവങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഓരോ സ്ഥലത്തും ഇപ്രാവശ്യത്തെ സ്വീകരണം ലഭിക്കുന്ന സമയത്തുണ്ടാകുന്ന മാറ്റം നമുക്ക് മനസ്സിലാവും. അത് വളരെ പ്രകടമാണ്. അത് ഇടതുപക്ഷക്കാരല്ലാത്ത ചിലരും നമ്മുടെ സ്വീകരണ കേന്ദ്രങ്ങളിൽ ആ മുഖങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി സംസാരിക്കുന്ന ഘട്ടം മുതൽ ഇത് പറയുന്നുണ്ടായിരുന്നു. സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിയുടെ ആത്മവിശ്വാസം കൂട്ടിയ അനുഭവങ്ങളെക്കുറിച്ച് പറയാമോ? അല്ല, അതിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ സഹപാഠികളായിരുന്നവർ, അതുപോലെ എൻ്റെ അധ്യാപകർ, അങ്ങനെയുള്ളവരെല്ലാം കൂടി ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മയിൽ പങ്കെടുത്ത പലരും രാഷ്ട്രീയമായി വ്യത്യസ്ത നിലപാടുള്ളവരാണ്. അതിൽ അവിടെ യൂണിയൻ ഭാരവാഹികളായി ജയിച്ചവർ, ഇപ്പോൾ തന്നെ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരുന്നു. അപ്പോൾ അത് പൊതുവായുള്ളൊരു അനുഭവമാണ്.